ഹലോ എവറിബഡി, മൈ നെയിം ഇസ് ഇഫ. ഞാൻ ഇഗ്നൈറ്റിലെ ഒരു വർഷമായി നാറ്റ ജി കോച്ചിങ് വേണ്ടി റിപ്പീറ്റേഴ്സ് ബാച്ചിലായിരുന്നു. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഐ ചോസ് ഇഗ്നൈറ്റ് ബിക്കോസ് ഞാൻ 12th പഠിക്കുന്നേരം ടുവേർഡ്സ് ദി എൻഡ് ഇവിടെ തന്നെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തിരുന്നു ഫോർ ലൈക്ക് 2-3 months. ആൻഡ് ഇവരെ ഹെൽപ്പ് വെച്ചിട്ട് തന്നെ ഐ വാസ് ഏബിൾ ടു ക്രാക്ക് നാറ്റ ലാസ്റ്റ് ഇയർ. പക്ഷെ എൻ്റെ ബോർഡ്സിൻ്റെ സ്കോർ നല്ല കുറവാണ്. അതുകൊണ്ട് തന്നെ വിചാരിച്ച കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. ആൻഡ് പിന്നെയുള്ള ഓപ്ഷൻ വാസ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതിന് എനിക്ക് എന്തായാലും താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ്സ് ഹൗ ഐ എൻഡഡ് അപ്പ് റിപ്പീറ്റിംഗ്. ഇഗ്നൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ദേ വർ വെരി ഹെൽപ്ഫുൾ ത്രൂ ഔട്ട് ദ ജേർണി. ദേ വർ ഓൾവേസ് ദെയർ ബൈ മൈ സൈഡ്. റിപ്പീറ്റ് ചെയ്യുന്ന ഇസ് എ ജേർണി ഫിൽഡ് വിത്ത് എ ലോട്ട് ഓഫ് ആങ്സൈറ്റി. എപ്പോഴും കിട്ടുമോ കിട്ടില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പം മോർ ദൻ ജസ്റ്റ് അക്കാഡമിക്സ്, ഇവിടുത്തെ ടീച്ചേഴ്സ് ആൻഡ് ഇവിടുത്തെ ഫാക്കൽറ്റി ദേ വർ ഓൾവേസ് ദെയർ ടു സപ്പോർട്ട് മീ മെന്റലി. ഒരു മോറൽ സപ്പോർട്ട് എപ്പോഴും അവരെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് അത് എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. ആൻഡ് ഇന്ന് എനിക്ക് ഈ റാങ്ക് അച്ചീവ് ചെയ്യാൻ ഇറ്റ് വാസ് ഓൺലി പോസിബിൾ ബിക്കോസ് ഓഫ് ദം, ബിക്കോസ് ഓഫ് ഇഗ്നൈറ്റ്, ആൻഡ് ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു ദം ഫോർ ദാറ്റ്. ടീച്ചിങ് ഫാക്കൽറ്റി മാത്രമല്ല, നോൺ ടീച്ചിങ് ഫാക്കൽറ്റി, എവ്രിബഡി, ദ ഹോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ബേസിക്കലി. പിന്നെ ഇഗ്നൈറ്റിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ 1-to-1 മെന്റർഷിപ്പ് ആണ് ഇവിടെ. ഐ തിങ്ക് ദാറ്റ് ഇസ് വെരി ഹെൽപ്ഫുൾ ബിക്കോസ് ഓരോ കുട്ടിന്റെയും പ്രിപ്പറേഷൻ സ്റ്റൈൽ വിൽ ഒബ്വിയസ്ലി ബി ഡിഫറെന്റ്. അപ്പം ദിൽ ഹെൽപ്പ് us ഐഡന്റിഫൈ അവർ വീക്ക് പോയിന്റ്സ്, അവർ സ്ട്രോങ് പോയിന്റ്സ്, എന്നിട്ട് പിന്നെ പ്രിപ്പറേഷന്റെ ഡിറക്ഷൻ ആ ഒരു രീതിയിലായിരിക്കും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ നമ്മൾ ഫാക്കൽറ്റീസ് എല്ലാവരും ആർക്കിടെക്ട്സ് ആണ്. അപ്പം ഐ തിങ്ക് ദാറ്റ്സ് എ വെരി ഗുഡ് തിങ് ബിക്കോസ് ഈ ആർക്കിടെക്ട്സിനോടായിട്ട് തന്നെയാണ് നമ്മൾ ഡെയിലി ഇന്ററാക്ട് ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് തന്നെയാണ് പഠിക്കാൻ പറ്റുന്നത്. അത് ഭയങ്കര പ്ലസ് പോയിന്റ് ആയിരുന്നു. ആൻഡ് ഐ വാസ് ഇൻ ദി ഓഫ്ലൈൻ ബാച്ച് ഫോർ റിപ്പീറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഐ വാസ് ഏബിൾ ടു ബി പാർട്ട് ഓഫ് സം ഓഫ് ദി വർക്ക്ഷോപ്സ് ഹെൽഡ് ഇൻ ഇഗ്നൈറ്റ്. അപ്പോൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ എൻവയൺമെന്റ് ആയിരുന്നു. ലൈക്ക് എപ്പോഴും എന്താ പറയുക, ഇതൊരു ബേസിക്കലി ഒരു ഡിസൈൻ ഓറിയന്റഡ് കോച്ചിങ് ആണല്ലോ. അപ്പം ലൈവ് സ്കെച്ചിങ് ആയിട്ടും വി ഹാഡ് ലൈക്ക് ലോട്ട് ഓഫ് വർക്ക്ഷോപ്സ് ആൻഡ് അങ്ങനെ കുറെ പഠിക്കാൻ പറ്റി. സോ ദാറ്റ്സ് ദാറ്റ്. പിന്നെ ഇഗ്നൈറ്റിന്റെ മെറ്റീരിയൽസ് വർ ഓൾസോ വെരി ഹെൽപ്ഫുൾ ഫോർ മീ. ദ തിങ് ഇസ് നാറ്റക്കൊന്നും ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഇല്ലല്ലോ. അപ്പം എന്താ പറയുക, പിന്നെ കറണ്ട് അഫയേഴ്സ്, ആർക്കിടെക്ചറൽ ആപ്റ്റിറ്റ്യൂഡ്, ഇതൊന്നും ഒരു ലിമിറ്റ് വെച്ച് പഠിക്കാൻ പറ്റുന്ന സബ്ജക്ട്സ് അല്ലല്ലോ. അപ്പം ഇഗ്നൈറ്റിന്റെ മെറ്റീരിയൽസ് കീപ്സ് ഗെറ്റിംഗ് അപ്ഡേറ്റഡ് എവറി നൗ ആൻഡ് ദെൻ. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാത്ത് ഇസ് മൈ സ്ട്രോങ്സ്റ്റ് പോയിന്റ്. ആർക്കിടെക്റ്റ് ആവാൻ ഡിസൈഡ് ചെയ്യുന്ന മിക്ക സ്റ്റുഡൻസിനും ഡ്രോയിങ്ങിൽ ഓൾമോസ്റ്റ് നല്ല സ്കില്ലുണ്ടാവും. ലൈക്ക് ഓൾ ഓഫ് മൈ ക്ലാസ്മേറ്റ്സ് വെർ പ്രിറ്റി മച്ച് ആർട്ടിസ്റ്റ് തന്നെ പറയാം. നല്ലോണം വരക്കുമായിരുന്നു എല്ലാവരും. ആൻഡ് എനിക്ക് പേഴ്സണലി ഡ്രോയിങ് ആണ് എൻ്റെ വീക്കസ്റ്റ് സബ്ജക്റ്റ്. എനിക്ക് വരക്കാൻ നല്ല അവസ്ഥ ഡ്രോയിങ്സ് ആയിരുന്നു എൻ്റെ. അപ്പം എനിക്ക് ഇവിടുന്നാണ്, ഇഗ്നൈറ്റിൽ നിന്നാണ്, ലൈക്ക് ബിഫോർ കമ്മിങ് ടു ഇഗ്നൈറ്റ് ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഐ കുഡ്ന്റ് ഈവൻ ഡ്രോ എ ലൈൻ സ്ട്രെയിറ്റ്ലി. അപ്പോൾ ഇഗ്നൈറ്റിൽ വന്നിട്ടാണ് ഞാൻ പെർസ്പെക്റ്റീവ് ഡ്രോയിങ്സും ഹ്യൂമൻ ഫിഗേഴ്സും ഇപ്പം അതൊക്കെ എനിക്ക് സ്കെച്ചിങ്ങിനോട് തന്നെ ഉള്ള ആ ഒരു ഇഷ്ടം വന്നതും ഇഗ്നൈറ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. ഇഗ്നൈറ്റിലെ ടീച്ചേഴ്സാണ് എന്നെ ആ ഒരു JEE ലെവലിൽ എനിക്കെങ്കിലും എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തത്. ഇപ്പോഴും എൻ്റെ ഡ്രോയിങ്സ് ആർ ലൈക്ക് നോട്ട് ദാറ്റ് ഗ്രേറ്റ്, പക്ഷേ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഇംപ്രൂവ്ഡ്. ലാസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്നതിനേക്കാളും അത്യാവശ്യം നന്നായിട്ടുണ്ട്. That's pretty much everything about my repeat journey. പിന്നെ എനിക്ക് പറയാനുള്ളത്, to the students who were not able to make it this year, if you guys are thinking of repeating, please go for it. You never know, like ഒരു വർഷമൊക്കെ എടുത്ത് you'll obviously get a better rank than next year than this year. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ, ലൈക്ക് എനിക്ക് ലാസ്റ്റ് ഇയർ കിട്ടിയ കോളേജിൽ ഇഫ് ഐ ഹാഡ് ജോയിൻഡ് പ്രോബ്ലി ഞാൻ ഇപ്പോഴത്തേക്ക് ഐ വുഡ് ഹവ് ബീൻ സാറ്റിസ്ഫൈഡ് ബൈ ഇറ്റ്. പക്ഷെ ആ ഒരു ഷോർട്ട് റിപ്പീറ്റിൽ എടുത്തതുകൊണ്ട് തന്നെ I was able to achieve this rank and I'm getting a chance to study in my dream college. അപ്പം it'll all be worth it towards the end. പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ, make sure you're working hard, work consistently, revise ചെയ്യുക thoroughly every week, ലൈക്ക് അങ്ങനെ ഒരു തറോ ഇൻ്റർവെൽസ് വെച്ചിട്ട് റിവിഷൻ ചെയ്യുക പഠിക്കുന്നതൊക്കെ. പിന്നെ മാത്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡു എ ലോഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഒരു ലിമിറ്റും വെക്കണ്ട, റീഡ് എ ലോഡ് ഓഫ് സ്റ്റഫ്സ്, കറണ്ട് അഫയേഴ്സ്, ആർക്കിടെക്ചറൽ ആപ്റ്റിറ്റ്യൂഡ്, ഇതിൽ നിന്നൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പം ഇതെല്ലാം നല്ല തറോ ആക്കി വെക്കാം. I guess that's it. So thank you.